ഞാൻ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളാണ് ഏറ്റവും പ്രധാനമായി 75% നമ്മുടെ മക്കളെ വളർത്തേണ്ടവർ. കാരണം ഉമ്മമാരെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിഴച്ചു പോയാൽ, ചെറുതായെന്ന് പിഴച്ചു പോയാൽ മക്കൾ മുഴുവൻ അതിന്റെ പിന്നാലെയായിരിക്കും. ഞാൻ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്ത് പറയില്ല. ലൂത്ത് നബിയുടെ ഭാര്യയും അതേപോലെ തന്നെ നൂഹ് നബിയുടെ ഭാര്യയും നൂഹ് നബിയുടെ മകനും ഒക്കെ നരകത്തിന് അവകാശികളാണ്. എന്താ കാരണം? അവരെ വളർത്തിയത് നൂഹ് നബിയുടെ മകനെ വളർത്തിയത് നൂഹ് നബിയല്ല. അദ്ദേഹം ഉത്തരവാദിത്തത്തിന്റെ പേരിൽ എപ്പോഴെങ്കിലും മകനുമായിട്ടുള്ള സമ്പർക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും കൂടുതലും പിന്നാലെ കൂടിയിട്ട് അവനെ വഴിപിഴപ്പിക്കാനുള്ള കാരണക്കാരി സ്വന്തം മാതാവാണ്. വിശുദ്ധ ഖുർആന്റെ തഫ്സീർ എടുത്ത് നോക്കി. അവിടെ വാപ്പമാരും നബിമാരായാലും അതിൽ തന്നെ ഏറ്റവും വലിയ റസൂലുമാരായാലും അതിൽ തന്നെ ഉലുൽ അസ്മിൽപ്പെട്ട ആളാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. ദറജ 3 എണ്ണമാണ്. നബിയാണ്, റസൂലാണ്, 5 ആളുകൾ ഉലുൽ അസ്മ്. ഉലുൽ അസ്മ് എന്ന് പറഞ്ഞാൽ 5 പ്രധാനപ്പെട്ട പ്രവാചകർ. അതിൽ ആദ്യത്തെ പേരാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. അത് കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹി ക്രോണോളജിക്കലി. എന്നിട്ട് മകൻ സാബി ഞാൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളാം എന്നാ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന ആളുകളോട് നമ്മുടെ തലമുറകൾക്ക് ദീനുണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണണം. അതവർ എവിടെയായിരുന്നാൽ, നമ്മളെ മകൻ മെഡിക്കൽ കോളേജിലെ ചീഫ് സർജനായി മാറിയാലും ആ സർജറി ചെയ്യുന്നതിന് മുമ്പേ അള്ളാഹുവിനോട് അവന്റെ മനസ്സൊന്ന് കൊടുക്കിയിട്ട് ഒന്നിതാക്കിയിട്ട് എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ഓപ്പറേഷൻ തുടങ്ങുന്ന മോനായി നമ്മുടെ കുട്ടികൾ മാറട്ടെ. ആർക്കും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാലോ. ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഇപ്പുറത്ത് ശിവരാമേട്ടനാണ് നിൽക്കുന്നത്. ആ ആളുടെ തോളത്ത് ചാരിയിട്ട് ഇങ്ങനെ സാരേട്ട ശിവരാമേട്ടൻ നമുക്കൊക്കെ ശരിയാക്കാം, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സൗഹൃദത്തിന്റെ ഭാഷയും പറഞ്ഞ് അങ്ങോട്ട് കയറിയിട്ട് ശ്യാം എന്ന് പറയുന്ന ഈ ശിവരാമേട്ടന്റെ മകനെ ചികിത്സിക്കുമ്പോഴും ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഓപ്പറേഷൻ തുടങ്ങുന്ന ചീഫ് ഡോക്ടറായി നമ്മുടെ മക്കൾ മാറട്ടെ. അങ്ങനെ പ്രൊഫഷണലി ഏറ്റവും ടോപ്പിലാകുമ്പോഴും അള്ളാഹുവോടുള്ള ബന്ധം വിച്ഛേദിക്കാത്ത മക്കളായി തലമുറകളായി നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുക എന്നത് കുടുംബ സംഗമത്തിലെ ആദ്യത്തെ ചർച്ചയാണ്. നിങ്ങൾ കുടുംബ സംഗമത്തിൽ വന്നിട്ട് ഇതൊക്കെ പറയണോ എന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നുവെങ്കിലും കാലഘട്ടത്തെ വായിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നത് മെല്ലെ ഇതൊക്കെയാണ്. കാരണം വീട്ടിൽ ഉമ്മ എന്ന് നിസ്കരിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിച്ച് കരയുന്നു, നേരെ 18 വയസ്സുള്ള മോന് മാളികപ്പുറത്തെ റൂമിൽ കിടന്നുറങ്ങുന്ന സുബഹി പോലെ നിസ്കരിക്കാതെ ഇങ്ങനെയുള്ള അവസ്ഥയാണ് പൊതുവെ വീട്ടിൽ നമ്മൾ കാണുന്നത്. ഉമ്മ നിസ്കാരക്കൊപ്പായ അയക്കാറില്ല, പക്ഷേ മോളാകട്ടെ നിസ്കാരക്കൊപ്പായിട്ട് ഇടാറില്ല. നിസ്കാരക്കൊപ്പായം തന്നെ ഇടണോട്ടേണ്ടതൊക്കെ വേറെ കാര്യങ്ങളാണ്. ഞാൻ പ്രാസൊപ്പിച്ച് പറഞ്ഞത് മാത്രം. അതുകൊണ്ട് നമ്മുടെ മക്കളെ അങ്ങനെ വളർത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്തം